മുത്തുമണികളെ നമസ്കാരമുണ്ട്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പാം ജുമേറിലൊരു മലയാളികളുടെ തട്ടുകണ്ടാണ്, കിടില സെറ്റപ്പാന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ സാരഥി മസൂദ് അലി ഖാൻ. ഓക്കെ, അപ്പോൾ ഇവനാന്ന് എന്നോട് പറഞ്ഞത് നല്ല ബീഫാണെന്ന്. അടുത്ത ബീഫ് കറി സെറ്റപ്പാന്ന് പറഞ്ഞു, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു ബീഫ് കറി. അപ്പോൾ ഏതായാലും കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിച്ചിട്ട് പോവാട്ടാ. അങ്ങനെ ഇത് സംബന്ധിച്ച ഫുൾ വീഡിയോ ആണ്, കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ, ഒരു 8 മിനിറ്റോളം വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നമ്മളെ കാഴ്ചകൾ, ദുബൈയിലത്തെ നല്ല നല്ല കാഴ്ചകളും, ദുബൈ, ജുബിലാലി, ജുമേറ അങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് തരാം. കരാമ വഴി നമുക്ക് തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്ത് ഏതായാലും പോവാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ കട്ടക്ക് ഫുൾ വീഡിയോ ഒന്ന് നോക്കിട്ടാ, നമുക്ക് എങ്ങനെ അഭിപ്രായം പറയണം, വീഡിയോ കൊള്ളാമോ, ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ? ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ പോകാനുള്ള പരിപാടി. ഇപ്പോൾ ഈ കാണുന്ന റെഡ് ലൈനില്ലേ, ഇത് ട്രാമിൻ്റെ ലൈനാണ് കേട്ടോ. ഇതിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ എല്ലാം മൊത്തം വില്ലാസ് അല്ലേ, ഫുള്ള് ബില്യനേഴ്സ് നിൽക്കുന്ന വില്ലാസ് അതിൻ്റെ ചുറ്റുപാടുമില്ലേ. അപ്പോൾ ഇതാണ് ട്രാമിൻ്റെ ലൈൻ. അപ്പോൾ ഇത് എല്ലാ വില്ലയുടെ നിശ്ചിത സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ നിൽക്കും. ഇത് എന്താ പറയുക, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്നവർക്ക് എല്ലാ സൗകര്യവും നമ്മുടെ ദുബായ് കാണുന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈസ ഇല്ലവർക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഇവിടെ ഇല്ല അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് മീൻസ് അത് അങ്ങനെയാണ്. പക്ഷെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് വേറെ രാജ്യത്തുണ്ട്. ഇത് വെച്ചാൽ ഇവിടുത്തെ ഒരു പാലസാണ്, ദുബായ് ഷെയ്ഖ് ഫാമിലിയുടെ ഒരു പാലസ്. ഇതങ്ങോളം ഉണ്ട്, കിട്ടില്ല. അത് എത്രയോ ഏക്കേഴ്സിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഗേറ്റൊക്കെ അങ്ങോളം ഉണ്ട്. ഇത് നമ്മുടെ ബുർജ് അൽ അറബ് ഹോട്ടലില്ലേ, പണ്ടത്തെ ദുബൈയിൽ നിന്ന് വരുന്നവരെല്ലാം കൊണ്ടുവരുന്നൊരു സാധനമില്ലേ, ആ ഹോട്ടലാണ് ഇത്, ബുർജ് അൽ അറബ്. പണ്ടത്തെ ദുബൈയുടെ ലാൻഡ്മാർക്ക്. ഇപ്പോൾ ബുർജ് ഖലീഫ, നമ്മുടെ മ്യൂസിയം എല്ലാം ഉണ്ടല്ലോ. ഇത് പണ്ടത്തെ നൊസ്റ്റാൾജിക് സാധനം, ബുർജ് അൽ അറബ്. ഇതാണ്ട് ഈ വില്ലക്ക് അങ്ങോളം ഉണ്ട് ഈ ട്രാമിൻ്റെ ലൈൻ. എന്താ അല്ലേ, മുറ്റത്ത് ട്രാം വന്ന് നിൽക്കും. ബസ് വരുന്ന പോലെ എല്ലായിടത്തും ഇതുപോലെ സ്റ്റോപ്പുണ്ട്. ഈ വില്ലാസിൻ്റെ ഓരോരു സ്ഥലത്ത് ട്രാം സ്റ്റോപ്പുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇന്നർ ഏരിയയിലേക്ക് എത്തി. ഇതൊക്കെ കണ്ടോ, RV വെഹിക്കിള്, മോട്ടോർ ഹോംസ്, പിന്നെ ബോട്ട്സ്, മോട്ടോർ ഹോം, ലക്ഷറി കാർ, അങ്ങനെ നമുക്ക് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടാണ്. കുറേ വണ്ടിയുണ്ട്, ഇഷ്ടംപോലെ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തട്ടുകട. ഓക്കെ, റെഡ് പെപ്പർ. ഇതിലൊരു സ്റ്റോറി ഉണ്ട്, ഈ കടക്കൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. അങ്ങനെ ഇത് ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം കഴിഞ്ഞിന്. കുറേ ഉണ്ട് ഇവിടെ. ഉപ്മാവ്, പിന്നെ ഫിഷ് അവിടെ മെയിൻ, ഫിഷ് തവ ഫ്രൈ ഉണ്ട് ഇഷ്ടം പോലെ.
എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മ പറഞ്ഞതാ ഈ ബീഫ് കറി, പൂരി, പിന്നെ ഇടിയപ്പം പറഞ്ഞു. ഓൻ ആദ്യം ഇടിയപ്പം പറഞ്ഞു. ഇതൊരു ഫുള്ള് പോർഷനാണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറഞ്ഞേ, ബീഫ് ഒരു നോർമൽ കാണാനേ ഒരു നോർമൽ സെറ്റപ്പ്. കറി വല്ലാത്തൊരു ടേസ്റ്റ്, ഒരു പെപ്പറിൻ്റെ ഒരു ടേസ്റ്റ്. പെപ്പറിൻ്റെ എല്ലാം അതിൻ്റെ ഭയങ്കര ടേസ്റ്റ്. പക്ഷെ സൂപ്പർ ഉണ്ട് കേട്ടോ ബീഫ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എന്താക്കി, നമ്മുടെ അടുത്ത ഒരു 2 ഇടിയപ്പം കൂടി എക്സ്ട്രാ പറഞ്ഞു, ഒരു ഹാഫ് ബീഫും എക്സ്ട്രാ പറഞ്ഞു. അത്രയ്ക്കും ടേസ്റ്റ്. പുറത്തുനിന്നെല്ലാം കഴിക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ ടേസ്റ്റ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കറി കഴിക്കുന്നല്ലോ ബീഫിൻ്റെ. വലിയ ആഡംബരമൊന്നുമില്ല, പക്ഷെ കിടിലം ടേസ്റ്റ് കിട്ടാം. അതിൻ്റെ കൂടെ അവർ സ്നാക്സ് ഉണ്ട്, രാവിലെ എല്ലാം സ്നാക്സും. അങ്ങനെ അത് കഴിഞ്ഞ് കഴിച്ച് നമ്മളത് തിരിച്ചു വരുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിന് ഞാൻ ഒരു കഥ ഉണ്ട് തന്നെ, ഈ റെഡ് പെപ്പറിൻ്റെ. സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഓണർ ആൾ ഒരു ഈ പൊന്നാനിക്കാരനാണ്. പൊന്നാനിക്കാരൻ. അപ്പോൾ ഓറ് ഇപ്പോഴും ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ആ ഹോട്ടലിൻ്റെ ഓണർ ഇപ്പോഴും ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഡ്രൈവറായിട്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചത്, ഇപ്പോൾ അവർക്കൊരു 8 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് കരാമയിൽ തുടങ്ങുന്നുണ്ട് അവിടുത്തെ ആർത്തൊരു പണിക്കാരാണ്. അപ്പോൾ അത്രയ്ക്കും ഞാൻ വിചാരിക്കുന്ന 8 ഹോട്ടലുണ്ടെങ്കിൽ ഓർക്ക് നാട്ടിൽ തന്നെ ഫുള്ള് രാജാവിനെ പോലെ ജീവിക്കാം. പക്ഷെ ഓരാ കമ്മിറ്റ്മെൻറ്റ് സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും അവിടെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ ഡ്രൈവറായിട്ട്. അതും ബോസിനെ പോലെ ഇങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോഴും ഓരോ പണി എന്താണ് ആദ്യം തൊട്ടേ ചെയ്യുന്നത് അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരെ ബിസിനസ്സും നടക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു കഫ്റ്റീരിയയിലൊക്കെ വന്നു. ചെങ്ങായി സ്പെഷ്യൽ ഇവിടെ സാധനം ഉണ്ടെന്ന്. അപ്പോൾ 2 ഓർഡർ ചെയ്തു കേട്ടോ. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആവുമല്ലോ. ഇതെന്ന് വെച്ചാൽ മുഷക്കലും അബൂദും. മുഷക്കൽ മീൻസ് കോക്ടെയിൽ. ഇത് അബൂദ് വെച്ചാൽ നമ്മളെ ഒരു മാംഗോൻ്റെ ഒരു ഷെയ്ക്ക് പോലത്തെ സാധനം. മുഷക്കൽ കൊള്ളാം. ഓക്കെ, അതും കഴിച്ചിട്ട് ഞാൻ നേരെ തിരിച്ച് റൂമിലേക്ക്. ഇതാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, ദുബൈയിലെ ഒരു ഐക്കോണിക് സാധനമാണ്. ഇതാണ് ഐക്കോണിക് സാധനം യഥാർത്ഥത്തിൽ, ബുർജ് ഖലീഫ. ഓക്കെ, അങ്ങനെ അതും കണ്ട് ഓരോ നിമിഷവും വളരുന്ന ദുബായിനെ കണ്ടിട്ട് ഇങ്ങനെ നേരെ റൂമിലേക്ക് പോകട്ടാ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ.